പറഞ്ഞോ. ദുബായ് ഫ്ലൈറ്റിൽ കൂടെ പോവാ നമ്മള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായ് എല്ലാം കാര്യം നോക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ദുബൈയിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിയാദ് എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് നല്ല വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുക തന്നെ. കല്യാണിയാണെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ വരാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറാം. നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കാതിരിക്കണം. അപ്പോൾ കല്യാണിക്ക് ഇത് കയ്യിൽ പിടിക്കാൻ പറ്റില്ല. നല്ല വലിയ സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ ആൾക്ക് വാരി കൊടുക്കണമെന്ന് പറഞ്ഞു. വാരിയൊക്കെ കൊടുക്കുന്നുണ്ട് മനു. ഞാനും എൻ്റെ പങ്കൊക്കെ ഇരുന്ന് കഴിക്കണമുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ കല്യാണി ഇങ്ങനെ വെളിയിൽ ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടേക്കുന്ന കണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ ഫ്ലൈറ്റിനകത്തൊക്കെ കയറി സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ട്. കല്യാണി വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾ ചാടി എനിക്ക് എൻ്റെ പപ്പൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴത്തെയും പോലെ സെൽഫി എടുപ്പും ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനേ കല്യാണിക്ക് ചെവി അടയും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷാള് വെച്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് തട്ടം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചില ഫ്ലൈറ്റിൽ കയറുമ്പോൾ നന്നായിട്ട് ചെവി അടയുന്ന പോലെ തോന്നാറുണ്ട്. പക്ഷെ ഇതൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം പതുക്കെ അങ്ങോട്ട് പൊങ്ങുവാണ്. അങ്ങനെ ദുബൈ, ആഹാ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു എന്നറിയോ ദുബൈ. അങ്ങനെ എനിക്കില്ലേ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ അച്ഛന് വർക്ക് ചെയ്തിരുന്ന 3 രാജ്യങ്ങൾ എനിക്ക് പോകാനും അവിടെ നിൽക്കാനും പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബഹ്റൈന്, സൗദി, ദുബൈ, ഇവിടെ 3 രാജ്യത്ത് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്കെന്തോ ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഫ്ലൈറ്റൊക്കെ പൊങ്ങി അത് കാണുമ്പോഴത്തേക്ക് കല്യാണി ഭയങ്കര ചിരിയാണ്. അതാ ഫ്ലൈറ്റ് പൊങ്ങുന്നമ്മ, ഫ്ലൈറ്റ് ചരിയുന്നമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെയാണല്ലോ ഇല്ലേ. ദുബൈ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലോടിയെത്തിയതേ എൻ്റെ അച്ഛൻ സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ എനിക്ക് ഒന്ന് നടക്കാൻ പറ്റുമല്ലോ, അങ്ങനെ എനിക്ക് തോന്നി. എന്തോ എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണേലും ചേട്ടൻ പറയും ഇവിടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, അച്ഛന് പൊന്നുണ്ണീൻ്റെ കൈയൊക്കെ പിടിച്ചത് ഇവിടെയൊക്കെ വരുമായിരുന്നു എന്നൊക്കെ പറയും. പൊന്നുണ്ണി ചേച്ചിയുടെ മോനാണ്, ചേച്ചിയൊക്കെ ദുബൈയിലായിരുന്നു. അപ്പോൾ അതൊക്കെ പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ നടന്ന വഴികളിലൂടെയൊക്കെ എനിക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് ഓർക്കും. സൗദിയിലും ഞാൻ പലയിടത്ത് പോകുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഇവിടേക്ക് എൻ്റെ അച്ഛൻ സഞ്ചരിച്ചിട്ടുണ്ടാവില്ലേ, ഈ വഴികളിലൂടെയൊക്കെ എൻ്റെ അച്ഛന് നടന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. സെയിം ദുബൈ ചെന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഫുൾ അതായിരുന്നു, ചാച്ചൻ നടന്ന വഴികളായിരിക്കാം ഇത്. അതുപോലെ ചേട്ടൻ്റെ അടുക്കൽ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ ചെയർ കാണിച്ചിട്ട് പറയും, ഇത് ചാച്ചൻ ഇരുന്ന ചെയറാണ്, പണ്ട് തൊട്ട് ചേട്ടൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്, ഇപ്പോഴും ചാച്ചൻ ഇരുന്ന ചെയറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് ചാച്ചൻ കൊണ്ടു തന്ന കത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് വിടാം. നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റൊക്കെ പൊങ്ങി കടലിൻ്റെ നടുക്കുണ്ട്. എന്ത് ഭംഗിയാണ് കടൽ കാണാനെന്നറിയോ. ആ ഫ്ലൈറ്റിലിരുന്ന് കിട്ടിയ വ്യൂസ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അതെ, ഇത് കണ്ടോ, ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നില്ല, ഒരു ഫോട്ടോ ആണെന്ന് തോന്നൂലേ? അല്ല, വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന പോലെയുണ്ട്. അങ്ങനെ നമ്മൾ ദുബൈ റിയാദ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു 1 മണിക്കൂർ 45 മിനിറ്റ് അത്രയും ഒരു ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ ഷാർജ എയർപോർട്ടിലേക്ക് പോകാൻ. ഞങ്ങളിപ്പോൾ പോകുന്നത് ഷാർജയിലാണേ. ചേട്ടനൊക്കെ താമസിക്കുന്നത് ഷാർജയിലാണ്. അപ്പം നമ്മൾ ദുബൈ എത്തിയിട്ടുണ്ട്. നമുക്കിനിയും ഷാർജ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാം കേട്ടോ. കാര്യം പറയാവേ, ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പം ഞങ്ങൾക്ക് എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം. അപ്പോൾ ഞങ്ങൾക്ക് 2 പെൺകുട്ടികൾക്ക് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഞങ്ങളുടെ ബ്രദറാണ് ഷെറിച്ചേട്ടൻ. അപ്പം റിയാദിൽ നിന്ന് ദുബൈയിലേക്ക് പോകുമ്പം എനിക്ക്
സന്തോഷങ്ങൾ പലതാണ്. എൻ്റെ ചേട്ടനെ കാണാം, പിന്നെ എൻ്റെ അച്ഛൻ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാം, എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന നാട് കാണാം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഫ്ലൈറ്റ് താഴാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടിഷ്യൂ എടുത്ത് ഞാൻ ചുരുട്ടിയെടുത്ത് ചെവിയിലൊക്കെ എടുത്ത് വെച്ച്, ചെവി ഇടേണ്ടല്ലോ എന്ന് വെച്ചിട്ടേ. അങ്ങനെ വലിയ ചെവി ഇടയുന്ന പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ബാക്ക് സീറ്റിലിരുന്ന ഒരാൾ ഇങ്ങനെ ചെവി ഭയങ്കരമായിട്ട് ആൾക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എയർ ഹോസ്റ്റസ് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ശ്വാസം എടുക്കുക അങ്ങനെയൊക്കെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്കതൊന്നും വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടിഷ്യൂ ഒക്കെ എടുത്ത് ചെവിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ താഴത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ റിയാദിലേക്ക് പോകുമ്പോഴും ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മരുഭൂമിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ ഇങ്ങനെ ബീച്ച്, കടല്, പിന്നെ നിറയെ ബിൽഡിങ്സ് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. റിയാദിൽ നിറയെ ബിൽഡിങ് കാണാം. പക്ഷെ അതിനൊക്കെ മുന്നേ കുറേ സ്ഥലം നമ്മളിങ്ങനെ മരുഭൂമിയായിരിക്കും ഏറ്റവും കൂടുതൽ കാണാറ്. ഇവിടെ വന്നപ്പോൾ പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു കടല്, ബീച്ച് സൈഡൊക്കെ ആയിട്ട് കൂടുതൽ കണ്ടത്. ദേ റോഡൊക്കെ കണ്ടോ, ഒരു ഉറുമ്പും കുട്ടീനെ പോലെ കാറുകളൊക്കെ പോകുന്നുണ്ട് അല്ലേ, എന്ത് രസമുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ചെറുതായിട്ട് ഇങ്ങനെ റൺവേയിലോട്ട് ടച്ച് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ലാൻഡ് ചെയ്തു, സേഫായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. Habibi, come to Dubai. അങ്ങനെ ദുബായ് എത്തി. ഞാൻ എൻ്റെ ചെവിയിലൊക്കെ വെച്ചിരുന്ന ടിഷ്യൂ ഒക്കെ എടുത്ത് കളയുന്നുണ്ട്. ഞാൻ മുന്നോട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങാവേ, ഇല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും എണ്ണിക്കും സീറ്റിൽ നിന്ന്. നമ്മൾ ഈ ബസ്സിലൊക്കെ കയറാൻ ഇങ്ങനെ തിക്ക് കാണിക്കില്ലേ, അതേപോലെയാണ്. അപ്പം ഞാൻ മുന്നോട്ട് ഇറങ്ങി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങാം, കുഴപ്പമില്ലല്ലോ, നമുക്ക് ലാസ്റ്റ് ഇറങ്ങാം. കാരണം ഏകദേശം ഇങ്ങനെ വണ്ടി ബെൽറ്റൊക്കെ ഊരി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും എഴുന്നേക്കാൻ തുടങ്ങിയായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരുന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങാന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഏറ്റവും ബാക്കിലായിട്ടിരുന്നത്. അപ്പം അവിടെ ഒരു ഡോർ ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പം നമ്മൾ അതുവഴി അങ്ങ് ഇറങ്ങി. കുറേ പേര് തിരക്കി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ചേട്ടനെ കാണണം. അങ്ങനെ ഈ ഷാർജ എയർപോർട്ട്, കല്യാണിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നടപ്പുണ്ട്. എൻ്റെ ചേട്ടൻ, ഇതാണ് എൻ്റെ ചേട്ടന്. അങ്ങനെ ചേട്ടനെയൊക്കെ കണ്ട് ചേട്ടൻ ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോയിലെടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. ഇതാ എയർപോർട്ട് എന്ന് തോന്നുന്നു, ആണ് ഓർമ്മയില്ല. ഭയങ്കര ഭംഗിയാണ്. രണ്ട് സൈഡ് നോക്കുമ്പോഴും ഫുള്ള് പച്ചിപ്പായിട്ടാണേ. നമ്മൾ മരുഭൂമിയിൽ നിന്ന് പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ല പച്ചിപ്പുണ്ടായിരുന്നു. ഫുള്ള് എവിടെ നോക്കിയാലും പച്ചിപ്പ് തോന്നുമായിരുന്നു. കല്യാണിയൊക്കെ നല്ല എൻജോയ് ചെയ്തിരിപ്പുണ്ട്. കല്യാണി ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷീണം ഉണ്ട്. എന്നാലും ആളിങ്ങനെ ദുബായ് വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓണ്ടർ അടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ദുബായ്, ഷാർജ കേട്ടോ, ഷാർജ എന്താ ഭംഗിയില്ലേ. രണ്ട് സൈഡിലും നിറയെ പച്ചിപ്പുകളാണ്. റോഡൊക്കെ ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്. എന്താ പറയുക, വേറെ ഏതോ ഒരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു. ഞങ്ങൾ ഇത് പെരുന്നാളിൻ്റെ ഹോളിഡേ ഇല്ലേ, ആ ടൈമിലാണ് ഞങ്ങൾ ദുബായി പോയത്. പക്ഷേ ചേട്ടനൊക്കെ ഒരു 3 days ലീവേ ഉണ്ടായിരുന്നു, 3 days 4 days ലീവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ പോയത് സാറ്റർഡേ ആണ്. ചേട്ടന് സൺഡേ, അവിടെ സൺഡേ ലീവാണല്ലോ. അപ്പോൾ സൺഡേ പിന്നെ തിങ്കളാഴ്ച തൊട്ട് ചേട്ടന് ഡ്യൂട്ടി തുടങ്ങുമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, ഇന്ന സ്ഥലം പോകണം, ഇന്നത് കാണണം, അങ്ങനെയൊന്നും പ്ലാനിങ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പോയ സമയം ഭയങ്കര ചൂട് സമയമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സൗദിയേക്കാളും ചൂട് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ റൂമൊക്കെ എത്താറായിട്ടുണ്ട്. ഞാൻ ചേട്ടൻ്റെ റൂമും വീടും അതൊന്നും കാണിക്കുന്നില്ല. ചേട്ടൻ താമസിക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഒരു കോർണിഷാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടൊക്കെ ഉണ്ട്. ആ കോർണിഷ് അതുവഴിയൊക്കെ നടക്കാനൊക്കെ പറ്റും, നല്ല ഭംഗിയാണ്.
ഇത് ചേട്ടൻ പറഞ്ഞ അടുത്ത് മുനിസിപ്പാലിറ്റി ആണെന്നാ പറഞ്ഞത്. എന്താ ഭംഗിയില്ലേ, എന്താ വലുപ്പം. ഓ, ഇത് മൈസൂർ പാലസ് പോലെ തോന്നി. ഏകദേശം ഞാൻ മൈസൂർ പാലസ് നേരി കണ്ടിട്ടില്ല കേട്ടോ, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ കാണുമ്പോൾ എനിക്ക് എങ്ങനെയാ തോന്നിയത്. അതെ, അടുത്ത ബിൽഡിങ്ങുകളൊക്കെ ഫുള്ള് നിറയെ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ്. അങ്ങനെ ഒരു എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സന്തോഷകരമായ ഒരു ട്രിപ്പായിരുന്നു ഈ ദുബായ് ട്രിപ്പ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ചേട്ടനും ഒക്കെ ബിഗ് താങ്ക്സ്. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടി എനിക്ക് കാണാനും അവിടെ പോയി സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റിയല്ലോ. അങ്ങനെ നമ്മൾ ചേട്ടനൊക്കെ സ്റ്റേ ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പെരുന്നാളിൻ്റെ ഹോളിഡേ ടൈം പോയത് കൊണ്ട് തന്നെ കല്യാണം ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര വശം. ഇത് ചേട്ടൻ്റെ റൂമിന് അടുത്ത സ്ഥലമാണ്, കോർണിഷിൻ്റെ തൊട്ടടുത്താണല്ലോ ബീച്ച് ഉള്ളത്. അപ്പോൾ പോയപ്പോഴത്തേക്ക് അവിടെ അങ്ങ് അടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് പിന്നെ പോവാം ബീച്ച്, കാരണം ഈ തിരക്കി പോയിട്ട് കാര്യമില്ലല്ലോ. കാരണം കല്യാണിക്ക് ബീച്ച് കണ്ടാൽ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂ, ആളെ നമുക്ക് പിടിച്ചെടുത്താനേ പറ്റില്ല, വെള്ളം കണ്ട ആൾ ചാടും. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ പോകാം, അങ്ങോട്ട് നമുക്കിപ്പോൾ വേറെ എവിടെയിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ബീച്ചിൻ്റെ അവിടെ ഒന്നും അടുക്കാനേ പറ്റണില്ല, ഭയങ്കര തിരക്കാണ്. ഇത് ഞാൻ പറഞ്ഞ കോർണിഷ്, ഇതുവഴി ഇങ്ങനെ ആളുകളൊക്കെ നടക്കുന്നുണ്ട്, ഇതുവഴിയൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. നിറയെ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. ഇതാ തിരക്ക് കണ്ടോ, അത് കണ്ടോ, അത് എനിക്ക് തോന്നുന്നു പള്ളിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ കോർണിഷിൻ്റെ ഇതുവഴിയൊക്കെ നിറയെ ആൾക്കാർ നടക്കുന്നൊക്കെയുണ്ട്. സൂര്യാസ്തമനം എന്താ രസമില്ലേ. ഇവിടെയൊക്കെ നിറയെ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞ ഈ ബോട്ടുകളൊക്കെ റെന്റിന് ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടൊക്കെയുള്ള നല്ല ലക്ഷറി ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടു എന്നാ ഭംഗിയായി ബോട്ടൊക്കെ കാണാൻ. ഒരു ചെറിയൊരു പാലസ് പോലെ ഉണ്ടല്ലേ. അപ്പുറത്തു നിന്നുള്ള ആ സൂര്യാസ്തമനവും കാണാൻ നല്ല ഭംഗിയാണ്. എന്തായാലും നല്ല വ്യൂ ആണ് ഫുള്ള്. അവിടെ നോക്കുമ്പോഴത്തേക്കെല്ലാം ഭയങ്കര അടിപൊളി കാഴ്ചകളൊക്കെയാണ്. ഞാനിങ്ങനെ എൻ്റെ അച്ഛന് ഞാൻ ചേട്ടനോട് ചോദിക്കാറുണ്ട്, ചേട്ടൻ ഇവിടെ താമസിച്ചപ്പോഴായിരുന്നു എൻ്റെ ചാച്ചനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഫിഷ് മാർക്കറ്റിലേക്കാണ്, ഷാർജ ഫിഷ് മാർക്കറ്റ്. എന്നെ അടിപൊളിയാണ്, AC ഒക്കെ ഇട്ടൊരു ഫിഷ് മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, മീനിൻ്റെ സ്മെല്ല് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് മാർക്കറ്റ്. അപ്പം നമ്മൾ പോയിട്ട് ഫിഷൊക്കെ വാങ്ങിയിട്ട് വരാം എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ്. ഞാൻ അധികം ഒന്നും അകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ എടുക്കുന്ന അവിടെ ഇങ്ങനെ മാത്രം കുറച്ച് വീഡിയോസ് എടുത്തതാണ്. പല വെറൈറ്റി മീനുകളുണ്ട്, എല്ലാം ഭയങ്കര നീറ്റ്. ആ മീനെ കണ്ട് പച്ച, നമ്മുടെ നാട്ടിൽ തത്താന്ന് പറയാം മീനിന്. ഇത് കൂന്തൽ, കണവ അങ്ങനെ പറയും. അപ്പോൾ അത് നിറയെ മീനുകൾ. ഇതാണ് ഫിഷ് മാർക്കറ്റ്. എന്താ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് അറിയാവോ. AC ആണ്, ഒരു തുള്ളി സ്മെല്ലും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. കല്യാണി നമ്മൾ ഈ മീനൊക്കെ മേടിച്ച് ചേട്ടൻ ക്ലീൻ ചെയ്യാൻ കൊടുത്ത സമയമാണ്. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ കല്യാണി അവിടെ പപ്പയുടെ തോളെ കയറി. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. കല്യാണി അവിടെ നിന്ന് ഇങ്ങനെ കല്യാണി അവിടെ റംബൂട്ടാൻ കണ്ടപ്പോഴേ ചടി വീണ് എനിക്ക് റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റംബൂട്ടാനൊക്കെ മേടിച്ചു. പിന്നെ ഫ്രൂട്ട്സൊക്കെ കുറച്ച് മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം രാത്രിയാകാറായി. നമ്മൾ പുറത്തൊക്കെ കല്യാണി പിന്നെ മുട്ടായി കണ്ടാൽ എടുക്കാതിരിക്കില്ലല്ലോ, അവിടെ നിന്ന് മുട്ടായിയൊക്കെ എടുത്തിട്ടാണ് ആളിറങ്ങിയത്. ആളെന്തായാലും ഷെർച്ചേട്ടൻ്റെ പിറകെയായിരുന്നു. ഷെറിൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് ആള് ഷെർച്ചേട്ടൻ്റെ പിറകെ നടന്നത്. രാത്രിയിലെ ദുബൈയുടെ ഭംഗിയുണ്ടോ, എന്നെ ഭംഗിയാണ്. അങ്ങനെ റൂമിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഷെർച്ചേട്ടനും കല്യാണിയും കൂടി കളിയും ഒക്കെ ആയി. ഷെർച്ചേട്ടൻ പച്ച കുത്തിയിട്ടുണ്ട്, അതാണ് ആളീ നോക്കുന്നത്. ആൾക്കിതൊരു അവള് ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് ടാറ്റു ചെയ്തേക്കണത്. അപ്പൊ ആളതൊക്കെ നോക്കി ഇങ്ങനെ ഷെർച്ചേട്ടൻ്റെ അടുക്കെ കളിച്ചു നിൽക്കുന്നുണ്ട്. സാധാരണ കല്യാണി ഇങ്ങനെ ഇത്ര പെട്ടെന്നൊന്നും ആരോടും ഇണങ്ങുന്നതല്ല. പക്ഷെ ആള് ഷെർച്ചേട്ടൻ്റെ അടുക്കെ പെട്ടെന്നായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഷെർച്ചേട്ടൻ്റെ അടുക്കല് കുഞ്ഞിലോട്ട് കണ്ടുള്ള ഒരുപാട് തവണ കാണുന്നില്ലല്ലോ. നമ്മള് ചേട്ടൻ ദുബൈയിലും നമ്മളിവിടെ സൗദിയിലും ഒക്കെ ആണല്ലോ, അപ്പൊ എപ്പോഴും കാണുന്നില്ല, ആകെ നാട്ടിൽ വരുന്ന ടൈമും ഒക്കെ അല്ലേ കാണാറുള്ളത്. അങ്ങനെ കല്യാണിയുടെ ആഗ്രഹപ്രകാരം പിറ്റേ ദിവസം നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കല്യാണി വെള്ളം കണ്ടാല് ചാടിയിരിക്കും. അപ്പോൾ കല്യാണി ബീച്ചിൽ പോയപ്പോഴേ കളി തുടങ്ങി. പിന്നെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് മനുവും ഇറങ്ങിയിട്ടുണ്ട്.
ഭയങ്കര പൊതുവെ എനിക്ക് തോന്നുന്നു സൗദിയിലെ ബീച്ചുകളും ഭയങ്കര നീറ്റാണ്, നല്ല ബീച്ചുകളാണ്. പക്ഷെ സൗദിയിലെ ബീച്ചിൽ എനിക്ക് ഇത്രയും തിര ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തിര തന്നെ ദുബൈയിലും അവിടുത്തെ ഷാർജ ബീച്ചിലൊക്കെ തിരയുണ്ട്, നന്നായിട്ട് തിരയുണ്ട്. പക്ഷെ തിരയുണ്ടെങ്കിലും എനിക്കൊന്നു ലൈഫ് ഗാർഡുകൾ നിറയെ അവിടെ ഉണ്ട്. പിന്നെ നിറയെ ശംഖുകളും ചിപ്പികളും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. കല്യാണി കണ്ട് ഐ ലവ് യു ഒക്കെ വരച്ച് കളിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളില്ലേ ഈ ബീച്ചിൽ പോകുമ്പോൾ കടലമ്മ കള്ളിന്ന് എഴുതി വെക്കില്ലായിരുന്നു, അതേപോലെയാണ് കല്യാണി ബീച്ചിൽ പോയാൽ ലവ് യു വരച്ച് വെക്കും. ദേ എന്ത് ഭംഗിയുള്ള ചിപ്പിയാണ് കിടക്കുന്നത് അല്ലേ. ഞാൻ അവിടുന്ന് സ്ഥിരം പണിയാണല്ലോ, ബീച്ചിൽ പോയ പിന്നെ ഞാൻ ചിപ്പി പെറുക്കാതിരിക്കില്ലല്ലോ. അപ്പം ഞാൻ കുറേ ചിപ്പിയും എനിക്ക് കുഞ്ഞു കുഞ്ഞു കുറേ ശംഖുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി. ചേട്ടൻ്റെ വീട്ടിലൊരു അക്വേറിയം ഉണ്ട്, വലിയൊരു അക്വേറിയം ഉണ്ട്. അപ്പം അതിനകത്തൊരു മീൻകുട്ടനൊക്കെ ഉണ്ട്. ആൾ ഭയങ്കര രസമാണ്, പെട്ടെന്ന് നമ്മളായിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആകുന്ന ഒരു മീൻകുട്ടനാണ്. അപ്പോൾ ആളുടെ അക്വേറിയത്തിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലായപ്പോഴത്തേക്ക് ആള് അതിൻ്റെ ചുണ്ട് വെച്ചിട്ടേ ഈ ശംഖ് തട്ടി തട്ടി കളിക്കും. ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. കല്യാണി എനിക്ക് ശംഖ് പെറുക്കുന്നത് ഇതുള്ളത് കൊണ്ട് വട്ടുള്ളത് കൊണ്ട് കല്യാണിയും കൂടെ നിന്ന് നന്നായിട്ട് ശംഖ് പെറുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ദുബൈയിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ഫോണിലുണ്ടായിരുന്ന അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ ലാപ്പിലേക്ക് മൂവിയൊക്കെ ചെയ്തായിരുന്നേ. പക്ഷേ എന്തോ ഞാൻ അവിടെ ചെന്നിട്ട് എടുത്ത വീഡിയോസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ മെമ്മറി ഫില്ലായതായിട്ട് കാണിച്ചു. അതുകൊണ്ട് എനിക്ക് മിക്ക വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് ഞാൻ മെമ്മറി കാർഡൊക്കെ മേടിപ്പിച്ചിരുന്നേ. പക്ഷെ പിന്നീടാണ് ഇറങ്ങിയ S24 മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല എന്ന്. എന്താ ചെയ്യാന്നിങ്ങനെ ഇരുന്ന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നല്ല അടിപൊളി വ്യൂസൊക്കെ കുറേ ഉണ്ടായിരുന്നു. നമ്മൾ പോയ സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര സങ്കടമായി. പക്ഷെ അതെൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ എന്താ ക്ലിയർ ചെയ്ത് വിടില്ലേ, ഡേറ്റാസ് ക്ലിയർ ചെയ്ത് വിടുമല്ലോ. പക്ഷേ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 180 GB അതിൽ കയറി ഫില്ലായി ഡേറ്റാസ് മാത്രമായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അതായത് എൻ്റെ ഗാലറിയിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഡിലീറ്റ് ഫയലിൽ പോയിട്ടും ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ ഇതിൽ വന്നിട്ട് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഇത്രയും GB കയറി കിടന്ന് എന്നെ ചതിച്ചു കളഞ്ഞു. പക്ഷെ അതിങ്ങനെ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ പക്ഷേ സൗദിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിനി അത് ക്ലിയർ ചെയ്ത് വിട്ടാൽ ഈ ചെയ്തേക്കുന്ന വീഡിയോസ് എല്ലാം പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ് ഇട്ടിരുന്ന സാധനമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അത് ഡേറ്റ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗാലറിയിൽ ഉള്ള വീഡിയോസൊന്നും പോകില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എനിക്കൊരു വലിയൊരു അബദ്ധം പറ്റി. അത് കാരണം എനിക്ക് കുറേ വീഡിയോസ് മിസ്സായിപ്പോയി. കല്യാണിക്കാണെങ്കിൽ ബീച്ച് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബീച്ച് മാത്രമല്ല വേറൊരു ബീച്ച് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ആ ബീച്ച്. ഇത്രയും തിരയൊന്നുമില്ല, കുറച്ച് സൈലൻ്റാണ്, നല്ല അടിപൊളിയൊരു ബീച്ചാണ്. നമ്മുടെ മാരാരി ബീച്ചില്ലേ ആലപ്പുഴ, അതേ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ളൊരു ബീച്ച്, നല്ല രസമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. ഞാൻ ദുബൈയിലെ ബീച്ചും നാട്ടിലെ ബീച്ചും തമ്മിൽ കമ്പയർ ചെയ്ത് പറഞ്ഞതല്ല കേട്ടോ. അങ്ങനെ ബീച്ചിലെ കളിയൊക്കെ കഴിഞ്ഞ് ഒരു വിധമാണ് നമ്മൾ കല്യാണിയെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയത്. ആളിറങ്ങൂല. ബീച്ചിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി. നമ്മൾ വൈൻ മേടിക്കാൻ പോയതാണ്. അപ്പോൾ അതെ അവിടുത്തെ ബസ് സ്റ്റോപ്പ് കണ്ടോ, എന്താ ഭംഗി. സെയിം ഇത് തന്നെയാണ് റിയാദിലെ ബസ് സ്റ്റോപ്പ്, ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലും ബസ് സ്റ്റോപ്പൊക്കെ ഇങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. നമ്മൾ ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേ അല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാവേ. നമ്മൾ ദുബൈ അക്വേറിയം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയായിരുന്നു ഞാൻ മറന്നുപോയി. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണിക്കാവേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.